2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അതുപോലെ ബി.ജെ.പിക്കും വളരെ നിർണായകമാണ്. ഭരണം തുടരാൻ ഇടതുപക്ഷവും ഭരണം നേടിയെടുക്കാൻ പ്രതിപക്ഷവും കരുത്തു തെളിയിക്കാൻ ബി.ജെ.പിയും തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസ് പുതിയ കെ.പി.സി.സി സംഘടന ചുമതലയൊക്കെയായി പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. താഴെത്തട്ട് മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഏറ്റവും അധികം കേൾക്കുന്ന പേരാണ് സുനിൽ കനകോലുവിന്റേത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് സുനിൽ കനകോലു. കർണാടകയിലെ കോൺഗ്രസിന് അവിസ്മരണീയമായ ആധികാരിക വിജയം നൽകിയ ബുദ്ധി കേന്ദ്രം അതാണ് സുനിൽ കനകോലു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ സുനിൽ കനകോലുവിനെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരളത്തിലടക്കം പി.സി.സികൾ പുനഃസംഘടിപ്പിക്കണമെന്ന റിപ്പോർട്ട് നൽകിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയാണ് സുനിൽ. കർണാടകയിലെ ബെല്ലാരി സ്വദേശികളാണ് സുനിലിന്റെ കുടുംബം. എന്നാൽ ജനിച്ചതും വളർന്നതും ചെന്നൈയിൽ. പഠനത്തിൽ മിടുക്കനായിരുന്ന കനകോലുവിന്റെ ഉന്നത പഠനം യു.എസിലായിരുന്നു. അവിടെ തന്നെയുള്ള ബഹുരാഷ്ട്ര മാനേജ്മെന്റ് കമ്പനിയിൽ പ്രവർത്തിച്ചെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാവുക എന്നതായിരുന്നു സുനിലിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി പ്രശാന്ത് കിഷോറിന്റെ കൂടെ പ്രവർത്തിച്ചു. എന്നാൽ സ്വന്തമായി പ്രവർത്തിക്കണമെന്ന തീരുമാനമെടുത്ത കാലത്താണ് DMK നേതാവായ MK സ്റ്റാലിന്റെ സന്ദേശം എത്തുന്നത്. 2016 തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അങ്ങനെ സുനിൽ കനകോലുവിന്റെ നിയന്ത്രണത്തിലായി. തമിഴ്നാട്ടിലെ ഓരോ സാധാരണക്കാരുടെ ഹൃദയത്തിലും MK സ്റ്റാലിന്റെ പേര് പതിപ്പിച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിരുന്നു അത്. നമുക്ക് നാമേ എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ സ്റ്റാലിന്റെ ഇമേജ് വാനോളം ഉയർത്തിയ ബുദ്ധി കേന്ദ്രവും കനകോലുവിന്റേതായിരുന്നു. പിന്നീട് 2018 അമിത്ഷാ കനകോലു കൂടിക്കാഴ്ചയോടെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തെരഞ്ഞെടുപ്പുകളുടെ ക്യാമ്പയിനായിരുന്നു കനകോലുവിന്റെ പിന്നീടുള്ള ദൗത്യം. 2019 വീണ്ടും DMK ക്യാമ്പിലേക്ക് മടങ്ങി. എന്നാൽ 2021 തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ സുനിൽ മാറി പകരം പ്രശാന്ത് കിഷോറായി താരം. ഈ കാലയളവിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സുനിൽ കനകോലു എന്ന പേര് ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. പിന്നീട് കർണാടക അസംബ്ലി ഇലക്ഷന്റെ ചുമതല അങ്ങനെ കനകോലുവിന്റെ കൈകളിലായി. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ വിജയമല്ല, മറിച്ച് കാലങ്ങളുടെ കാത്തിരിപ്പിൽ വ്യക്തമായ കൃത്യമായ തന്ത്രത്തോടെയുള്ള കനകോലുവിന്റെ ആസൂത്രണമായിരുന്നു. കർണാടക കൈപ്പിടിയിൽ ഒതുക്കിയതോടെ കോൺഗ്രസിന്റെ കനകോലു വളരെ വേണ്ടപ്പെട്ട ആളായി മാറി. അങ്ങനെ 2023 രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ആസൂത്രണത്തിൽ വരെ അത് എത്തി. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുഖമാകെ മാറ്റി. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായി കനകോലു മാറി. അങ്ങനെ കേരളത്തിൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നേതാക്കളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിൽ മധ്യ കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ജാഗ്രത വേണമെന്ന് കനകോലു നിർദ്ദേശിച്ചു. കനകോലുവിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പുതിയ നേതൃത്വത്തിന് ചുമതല കൈമാറിയതും. കൂടാതെ 10 DCCകളിൽ മാറ്റങ്ങൾ വേണമെന്നും കനകോലു നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള സംഘടനാ ദുർബലതയും നേതാക്കൾ തമ്മിലുള്ള അനൈക്യവും നേരത്തെ തന്നെ കനകോലു വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത വ്യക്തമാക്കിയും മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വേണ്ടതെന്ന് അടയാളപ്പെടുത്തിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനകോലു കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വിജയം ആവർത്തിച്ച ചരിത്രമുള്ള കനകോലു കേരളത്തിലേക്ക് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് കൂടുതൽ ദൃഢത നൽകും.